മൈ ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് +1 അക്കൗണ്ടൻസിയിലെ ഇൻട്രൊഡക്ഷൻ ടു ദ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഫസ്റ്റ് ചാപ്റ്റർ. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് മീനിങ് ഓഫ് അക്കൗണ്ടിങ്. ഇത് AICPA, അതായത് ദ അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടൻസ്, അവർ ഡിഫൈൻ ചെയ്തേക്കുന്ന അക്കൗണ്ടിങ്ങിൻ്റെ ഒരു ഡെഫിനേഷൻ നോക്കാം. അക്കൗണ്ടിങ് ആസ് ദ ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, classifying and summarizing in a significant manner and in terms of money transaction and even which are in a part at least of financial character and interpreting the result thereof. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, AICPA പറയുന്നത് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞൊരു ആർട്ടാണ്, കലയാണ്. എന്തിൻ്റെയൊക്കെ ക്ലാസിഫൈ ചെയ്യുന്നതിൻ്റെയും സമ്മറൈസ് ചെയ്യുന്നതിൻ്റെയും എങ്ങനെ ഒരു സിഗ്നിഫിക്കൻറ്റ് മാനറിൽ. പക്ഷേ അതിനകത്ത് എന്ത് ഇൻക്ലൂഡ് ആയിരിക്കണം? ഒരു മോണിറ്ററി ടേംസ് അല്ലെങ്കിൽ മണി ട്രാൻസാക്ഷനോ അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ക്യാരക്ടർ ഇൻക്ലൂഡ് ആയിരിക്കണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്ത് റിസൾട്ട് കണ്ടുപിടിക്കുന്നു. അതിനെ നമ്മൾ പറയുന്ന പേരാണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഇനി അടുത്തത്, ഈ 1966 ഇത് അമേരിക്കൻ അക്കൗണ്ടിങ് അസോസിയേഷൻ കണ്ടുപിടിച്ച ഡെഫിനേഷനാണ് പഠിക്കുന്നത്. അതെന്താ? അക്കൗണ്ടിങ് ആസ് ദ പ്രോസസ് ഓഫ് ഐഡൻറ്റിഫൈങ്, മെഷറിങ് ആൻഡ് കമ്മ്യൂണിക്കേറ്റിംഗ് ഇക്കണോമിക് ഇൻഫർമേഷൻ ടു പെർമിറ്റ് ഇൻഫോർവേഡ് ജഡ്ജ്മെൻറ്റ് ആൻഡ് ഡിസിഷൻ ബൈ യൂസർ ഓഫ് ഇൻഫർമേഷൻ. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, അതായത് ഈ അക്കൗണ്ടിങ്ങിൻ്റെ ഇൻഫർമേഷൻസൊക്കെ യൂസ് ചെയ്യേണ്ട ആൾക്കാർക്ക് അതിൻ്റെ പ്രോസസ്സ് ഐഡൻറ്റിഫൈ ചെയ്ത്, മെഷർ ചെയ്ത്, കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് യൂസ്ഫുൾ ആയ ഇൻഫർമേഷൻസിന് കണ്ടുപിടിച്ച് കൊടുക്കുന്നതിന് നമ്മൾ എന്തെന്ന് പറയുന്നു? അക്കൗണ്ടിങ് എന്ന് പറയുന്നു എന്നാണ് പറയുന്നത്. ഇനി അടുത്തത്, ഒരു അക്കൗണ്ടിങ്ങിനകത്ത് നമ്മൾ അക്കൗണ്ടിങ്ങിന് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യണം നോക്കുന്നത്. ഫസ്റ്റത് ഇക്കണോമിക് ഈവൻറ്റ്സ് അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. അതുപോലെ തന്നെ ഐഡൻറ്റിഫിക്കേഷൻ ഉണ്ടാവണം, മെഷർമെൻറ്റ് ഉണ്ടായിരിക്കണം, റെക്കോർഡിംഗ് ഉണ്ടാവണം, കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം, ഓർഗനൈസേഷൻ ഉണ്ടായിരിക്കണം, ഇൻട്രസ്റ്റഡ് യൂസർ ഓഫ് ഇൻഫർമേഷൻസൊക്കെ ഉണ്ടാവണം. ഇവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഇല്ലെങ്കിൽ ഇന്ന കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടായിരിക്കണം എന്തുണ്ടാവുന്നത്, ഒരു അക്കൗണ്ടിങ് എന്ന് പറഞ്ഞിട്ടൊരു കാര്യം ഉണ്ടാവുന്നതെന്നാണ് പറയുന്നത്. ഇനി നെക്സ്റ്റ് എന്താ, ഇക്കണോമിക് ഈവൻറ്റ്സ്. ഈ ഇക്കണോമിക് ഈവൻറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. ഈ ഇക്കണോമിക് ഈവൻറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബിസിനസ്സിന് ഉണ്ടാകുന്ന കാര്യങ്ങൾ, അതായത് മോണിറ്ററി ആയിട്ട് ഉണ്ടാകുന്ന കാര്യങ്ങൾ, അതായത് പൈസ കൊടുത്ത് നമ്മളൊരു മെഷീനറി മേടിക്കുന്നു, ഇല്ലെങ്കിൽ പൈസ വെച്ചിട്ടുണ്ടാകുന്ന കാര്യങ്ങളിലാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞ് ഇക്കണോമിക് ഈവൻറ്റ്സ് എന്ന് പറഞ്ഞത്. ഇനി ഈ ഇക്കണോമിക്സ് ഈവൻറ്റ്സിൻ്റെ അകത്ത് ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള ആൾക്കാർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ എന്തെന്ന് പറയുന്നു? എക്സ്റ്റേണൽ ഈവൻറ്റ്സ് എന്ന് പറയുന്നു. അതായത് എക്സ്റ്റേണൽ യൂസേഴ്സ് അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഇൻവോൾവ്മെൻറ്റ്